ജോയിൻ ചെയ്യാൻ ഒരുങ്ങുമ്പോഴല്ലേ ആ മോഹൻ ജയിലിൽ ചാടി ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് നീ ഇനി ജോയിൻ ചെയ്യുന്നില്ല കൊച്ചെ. അയാളെ ഇന്ന് പിടിക്കും നാളെ പിടിക്കും എന്ന് കരുതി ഇരുന്നത്. അവനെ എന്നോ പിടിക്കട്ടെ. അവനെ പിടിച്ചിട്ട് ജോയിൻ ചെയ്യാനിരിക്കുകയാണോ നീ? നന്നായി. അതല്ല, ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്കപ്പെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്താനാവില്ല. അപ്പൊ ധൈര്യമായിട്ടിരിക്കണം. ഏട്ടൻ വാ എടുത്തി. നിങ്ങക്ക് ധൈര്യം തരാനാ അച്ഛൻ ഓടി പിടിച്ചിങ്ങോട്ട് വന്നത്. എനിക്ക് ധൈര്യത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല ഏട്ടത്തി. പക്ഷെ അയാൾ ആരെയാ എങ്ങനെയാ ഉപദ്രവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ദേ കൃഷ്ണേന്ദ്ര സാറിനെയും സന്തോഷിനെയും ഒക്കെ പിടിച്ച് അയാള് കാണിച്ച അഭ്യാസവും ജോണിന് വന്ന ആപത്തും നമ്മള് കണ്ടതല്ലേ. അതുകൊണ്ടാ എന്റെ പേടി. ഇനി അങ്ങനെ ഒന്നും നടക്കില്ല. അവൻ അനങ്ങിയ ഉറപ്പായോ. അല്ലേലും അവൻ വലിയ കളിയായിട്ട് വരട്ടെ. നമ്മുടെ കയ്യിൽ എന്താ മാങ്ങാവർക്കും. അവരെ കരുതി ഞങ്ങളെല്ലാം നില തെറ്റിരിക്കുക. പിടിച്ചകത്തിട്ടിട്ടും ചാടിപ്പാഞ്ഞ് വന്നേക്ക്. ഇങ്ങനെ ഒരുത്തനെയാ ഞങ്ങളെല്ലാം ചേർന്ന് കൊച്ചിട്ട് തലയെ കെട്ടിവെച്ചും അതിന്റെ സങ്കടം ഒരിക്കലും മാറില്ല. കൃഷ്ണേന്ദ്രൻ സാറിനെ പോലുള്ള യോഗ്യന്മാർ നമ്മൾ കണ്ടേ. അന്ന് നമുക്കും അതിനുള്ള ബുദ്ധി വിവരവും ഇല്ലാതെ കണ്ടാ മോഹൻ എന്താ ഒരു കുറവ്. വല്ലാത്ത പിഴവായി പോയി. ഇനി അതും ഇതും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ അവനെ തീർക്കും. ഞാൻ അകത്ത് കിടന്നാലും മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ. ഏട്ടനകത്ത് പോയി കിടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ? അതെ, അതെന്ത് വർത്താനോ ചായ. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. അന്ന് അയാളപ്പച്ചന്റെ കഴുത്തിൽ കയറി പിടിച്ചപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഓങ്ങി വെച്ചതാ. എടാ, നിങ്ങളല്ലേ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? നീ പേടിക്കണ്ട. എന്ത് വില കൊടുത്ത് സരസുവിനെ സ്കൂളിൽ കയറ്റുമെന്നേ ഞാൻ ഉദ്ദേശിച്ചു. ഏട്ടനൊന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. വാ, ഞാൻ ചായ മുത്താർമലയിലെ നല്ല വെള്ളക്കപ്പ കൊണ്ടുവന്നു ഈ സജി ആണോ? ഇതിങ്ങോട്ട് എടുത്ത് വേവിച്ച് തേങ്ങയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കണം. ധൈര്യം ഉടങ്ങനെയുണ്ട്. അപ്പൊ ഒരു ചൂട് കട്ടനും കൂടെ ആയ ഏട്ടന് കുശാലാവും. വാ. അമ്മമ്മ ഈ വീക്ക് സ്കൂളിൽ റീജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കത് പൊളിയാക്കണ്ടേ? അത് പൊളിക്കാം. നമുക്കെല്ലാവർക്കും കൂടി മാധവത്തിൽ കൂടാ. അതാ നല്ലത്. റീജോയിനിങ്ങിന്റെ തലേന്ന് നമുക്കെല്ലാം മാധവതി തന്നെ തങ്ങണം. അവിടെ തങ്ങാൻ അമ്മ സമ്മതിക്കോ? അവിടെ സ്ഥിരം നിൽക്കുന്ന ടീച്ചർക്ക് പ്രശ്നമുള്ളൂ. ഇടയ്ക്ക് പോയി നിൽക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. മാധവൻ വേറെ വൈബാ. അപ്പൊ എല്ലാവരെയും വിളിച്ച് സെറ്റ് ആക്കാല്ലേ? ആരെ വിളിക്കണ്ടേ? മാമനെ എഴുത്തുകൂട്ടനൊക്കെ. റീജോയിനിങ്ങിന് മോഹൻ പ്രശ്നം ഉണ്ടാകാൻ നോക്കാം മിക്കവാറും. ഇന്നലെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അയാൾ രക്ഷപ്പെട്ടു. അയാള് പ്രശ്നം ഉണ്ടാക്കും. ഓടിപ്പോയെന്നൊന്ന് പറയാതെ ആളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കച്ച. അത് ഞങ്ങൾ നോക്കുമല്ലേ. അമ്മമ്മയുടെ റീജോയിങ്ങിന് മുൻപേ ആളെ അറസ്റ്റ് ചെയ്യണം അച്ഛ. അതെ, എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ആൾ അറസ്റ്റിലായാലേ അമ്മാമ്മയ്ക്ക് ടെൻഷൻ ഇല്ലാതെ സമാധാനമായി റീജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അച്ഛ ഇവിടെ ദോശയും കഴിച്ചിരിക്കുക. പെട്ടെന്ന് പോയി കണ്ടുപിടിക്കച്ച. അച്ഛൻ ഷൂട്ട് ചെയ്ത ആളല്ലേ. കിട്ടുമ്പോഴേ രണ്ടിടി കൂടുതൽ വെച്ചുകൊടുക്കണേ. കുറച്ച് കറി ഒഴിച്ചു. ഹലോ രേണു. രേണുവല്ല അച്ഛാ, ഞാനാ. പരടർത്തു. അച്ഛൻ റൂമിലെത്തിയോ? ഞാൻ ഇപ്പൊ എത്തി. ഒന്ന് ഫ്രഷ് ആയി. അച്ഛന് കാവ്യ ചേച്ചിയും കല്ല് ചേച്ചിയും വിളിച്ചിരുന്നു. എന്താ വിശേഷം? അച്ഛമ്മയുടെ സ്കൂളിലെ റീജോയിനിങ് ഒരു മെമ്മറബിൾ പരിപാടി ആക്കണം ഞങ്ങളുടെ അല്ല എന്താ പരിപാടി? പരിപാടിയൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും മാധവത്തിലേ ഒന്ന് നിക്കണം. അവിടെ ഒരു ഡേ നൈറ്റ് പരിപാടി. എടാ, ഈ നൈറ്റ് മാധവത്തിൽ സ്റ്റേ ചെയ്യാൻ? അതെ, നൈറ്റ് അവിടെ എല്ലാരും കൂടെ പഴയതുപോലെ സ്റ്റേജ്. എടാ, ഈ മാധവത്തിന്ന് നമ്മളമ്മ ഗെറ്റ് ഔട്ട് അടിച്ചല്ലേ, അതുകൊണ്ട് നിൽക്കാൻ സമ്മതിക്കൂടാ? അതൊക്കെ സമ്മതിക്കും. അച്ഛനെ അപ്പയാ അച്ഛമ്മ ഗെറ്റ് ഔട്ട് അടിച്ചത്. ഞങ്ങളൊക്കെ അതിൽ പെട്ടുപോയതാ. അച്ഛനും അപ്പയും കൂടെ ഒന്ന് അച്ഛമ്മയോട് സംസാരിച്ചു നോക്ക്. എടാ ഋതു, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. പക്ഷെ വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ പറഞ്ഞിട്ട് നടന്നില്ലേ, ഞങ്ങൾ നോക്കാം. എടാ, നീ അപ്പൊ ആള് കൊള്ളാനോടാ. എടാ ഋതു, അച്ഛന്റെ കഞ്ഞിയുടെ പരിപാടി നോക്കട്ടെ. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടിണിയായി പോകുമോനെ, പട്ടിണിയായി പോകും. ശരി അച്ഛാ, ബൈ. ഓക്കേടാ, ബൈ. ഓക്കെ അല്ലേ? അച്ഛൻ എന്താ പറഞ്ഞു? മോഹന, വീട്ടിൽ എന്റെ സഹോദരി മണി പോലും എന്നെ തള്ളി പറഞ്ഞു. വീടിന്റെ പടി ഇനി ചവിട്ടരുതെന്ന് നടേശനും മണിയും താക്കീതും ചെയ്തു. ഇനി എന്നെ വിട്ടേക്ക് മോഹന. തനിക്ക് ഒരുപാട് കെട്ടിയോളന്മാർ, പിന്നെ എന്തോന്നാണോ പ്രശ്നം? അവരൊന്നും എന്നെ ഇപ്പൊ മുറ്റത്തുകൂടി കയറ്റൂല. അത് തന്റെ കയ്യിലിരുത്തി. അതൊക്കെ പോട്ടെ. എന്തായാലും എനിക്ക് തന്റെ സഹായം വേണം. എനിക്കിനി വയ്യ മോഹന, വയ്യാത്തോണ്ടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ കാരണവരെ. അതായത് സരസ്വതിയുടെ സ്കൂളിലെ റീജോയിനിങ് നടക്കരുത്. അതെങ്ങനെയും മുടക്കിയേ പറ്റൂ. അതിന് താൻ എന്റെ കൂടെ നിക്കണം, കേട്ടോ? എന്നെ ഒന്ന് വെറുതെ വിട് മോഹന. താൻ കൂടെ നിന്നില്ലെങ്കിലേ ആദ്യം ഞാൻ തന്നെ തട്ടും. ബാക്കി പിന്നെ എന്താ മോഹന വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ. അവളെ ആ സരസ്വതിയെ തീർക്കണം. അതിനെ താൻ എന്റെ കൂടെ നിക്കണം. ആണ്ടവാ, എന്നെ രക്ഷിച്ചേക്കണേ. നന്നായിട്ട് തന്റെ ആണ്ടവനോട് പ്രാർത്ഥിച്ചിട്ട് റെഡി ആയിട്ട് ഇരുന്നോ, കേട്ടോ? വിളിക്കുമ്പോ അങ്ങ് വന്നേക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മോഹന അറിയാലോ മോഹന്റെ സ്വഭാവം. എന്തായാലും മരണം ഉറപ്പായി. അത് മോഹന്റെ കൈകൊണ്ടോ പോലീസിന്റെ കൈകൊണ്ടോ എന്ന സംശയമേ ബാക്കിയുള്ളൂ. താൻ കൂടെ നിന്നില്ലെങ്കിലേ ആദ്യം ഞാൻ തന്നെ അറിയാലോ മോഹന്റെ സ്വഭാവം. ഭഗവാനെ, കാത്തു രക്ഷിച്ചോണേ. ഞങ്ങള് വലിയ ഓമ എത്തിയെന്ന് അറിഞ്ഞു. ഇന്നലെ വിഷ്ണുവിന്റെ സസ്പെൻഷൻ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഇപ്പൊ ചെറിയൊരു ജോയിൻ ചെയ്തു. പിള്ളേർ സ്കൂളിൽ പോയോ? പോയി. ബേക്കറിയിൽ പോകുന്നവരെയൊക്കെ അറിഞ്ഞു. നന്നായി വായിച്ചട്ടാ. അതെടാ,
എന്തോ കാര്യമുണ്ടല്ലോ രണ്ടാളും കൂടി. കൊച്ചുങ്ങൾക്ക് അമ്മയുടെ റീജോയിനിങ്ങിന് മുന്നേ ഇവിടെ ഒന്നിച്ച് കൂടണമെന്നുണ്ട്. അമ്മേ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ആഹാ. പിള്ളേര് ഞങ്ങളോടത് സൂചിപ്പിച്ചപ്പോ ഞങ്ങൾക്ക് സംശയായി. അമ്മ ഞങ്ങളെ ഇറക്കി വിട്ടതല്ലേ, ഇവിടോട്ടിനി കേറണ്ടെന്നും പറഞ്ഞതല്ലേ, അപ്പോ സമ്മതിക്കോന്നൊരു സംശയം. അന്ന് എല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ പറഞ്ഞതല്ലേ ഇതൊരു ലോഡ്ജായി കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. അതുകൊണ്ടാ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഒരു ജീവിതം ഉണ്ടാവേണ്ടതുണ്ട്. ഈ വീടിന്റെ തണല് അതിന് പറ്റിയതല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിക്കാം. ദേ ശിവരാമേട്ടനും കുടുംബം ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിക്കാലോ. എങ്കിൽ അമ്മ റീജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്കെല്ലാം ആലോചിച്ച് ഇവിടെ കൂടാം. അത് നല്ല പിള്ളേർക്കൊക്കെ സന്തോഷം. കല്ലും കാവ്യം കൂടി ഋത്തുവിനെ വിളിച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പരിപാടി നമുക്ക് ഗ്രാൻഡ് ആക്കാം. അപ്പയുടെ റീജോയിനിങ് എന്ന് ഓർമ്മയിലുണ്ടോ? ശരിയാ. അത് പിന്നെ മുത്താർമലയിലെ കുറെ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടേ, അത് ശരി. നമുക്ക് അന്ന് എടുക്കാം. വെറൈറ്റി സാധനങ്ങൾ കൂടി വന്നാ സംഗതി കളറാവും. പിള്ളേര് ശരിക്കും ഹാപ്പി ആവും. ആ. വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയാം. ശരിയാ. എന്തായാലും ഇനിയിപ്പൊ കഴിച്ചിട്ട് ഇറങ്ങാം. അല്ല അമ്മ ഞങ്ങൾക്ക് കരുതിയിട്ടില്ലല്ലോ, ഞങ്ങള് വീട്ടിൽ പോയി കഴിച്ചോളാം. അടുക്കള അറിയുന്ന ഏതൊരു അമ്മയുടെയും പാത്രമൊക്കെ അക്ഷയപാത്രമാണ്. അതെത്ര വയറുന്നറിയും. വാ പിള്ളേരെ, നമുക്ക് നോക്കാം. വാ. എടാ രജി ഒന്ന് വന്നേ. എടാ രജി, എനിക്ക് നിന്നെ കാണാനോ മിണ്ടാനോ പറ്റിയില്ല. എനിക്ക് നീ തന്നൊരു പകത്തിരി കൊണ്ട് രജി. വല്യമ്മയോ വിവരക്കേടുകൊണ്ട് ഞാൻ എന്തോ പറഞ്ഞത് ചോദ്യം ചെയ്യാൻ നീ എന്ന് വന്നത്. ഞാൻ ജീവിതത്തില് ആകെ നിലവിട്ട് നിന്നൊരു നേരമായിരുന്നു അത്. എന്റെ റെന്റ് നീ പേ ചെയ്തു, എനിക്ക് കാശ് തന്നു, എനിക്ക് ഈ ഭക്ഷണം വാങ്ങി നീ റൂം പോയി ഏൽപ്പിച്ചു. സാറ് പോയില്ലേ? ഇല്ല, ഇതാ 150 കൊടുത്തേക്ക്. ആരാ തന്നെന്ന് പറയണ്ട. നീ എന്താണെന്നാ എനിക്ക് മനസ്സിലായതാ റിജി. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച മാറാൻ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. സന്തോഷം മോശട്ടാ, എനിക്ക് അന്നേരം തോന്നിയത് ഞാൻ ചെയ്തു, അത്ര തന്നെ. മഹേഷ് റിജി ആ വന്നേ. ഇതാ വരുന്നു. വാ പോ. സാർ അപ്പോ താൻ പോലീസിന്റെ ഇൻഫോമറായി ഉള്ളതാണോടോ? അതെ സാറേ. തെറ്റിദ്ധരിപ്പിക്കാനുള്ള പദ്ധതി എന്തെങ്കിലും ആണേല് തന്റെ കാര്യം പോക്ക സൂക്ഷിച്ചോ. അല്ല സാറേ, ഉള്ളതാ. ഞാൻ ഈ SI സാറിനോടും എല്ലാം പറഞ്ഞതാ. എന്താ മോഹന്റെ പ്ലാൻ? പ്ലാൻ എന്താന്ന് എനിക്ക് കൃത്യമായി അറിയില്ല സാർ. പക്ഷേ സരസ്വതി ടീച്ചറുടെ പുനഃപ്രവേശം മോഹൻ ഏതു വിധേനയും തടയുമെന്ന് പറഞ്ഞു. അതിന് എന്റെ സഹായം വേണമെന്ന് മോഹൻ പറഞ്ഞു. ഒപ്പം നിന്നില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ. അയാള് പ്ലാൻ എന്താണെന്ന് ഒരു സൂചനയും തന്നില്ല. ഇല്ല സാർ, ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഉറപ്പാ സാറേ, ടീച്ചറെ കൊല്ലാൻ തന്നെ പ്ലാൻ. അല്ല തനിക്കെന്താ ഇത്ര ഉറപ്പ്? അയാളുടെ ഒരു മട്ടും പടുതിയും കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. അപ്പോ തന്നെ കൂടി വെച്ച് മോഹൻ എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ടല്ലേ? അതെ സാറേ. അവൻ അടുത്ത വട്ടം ബന്ധപ്പെടുമ്പോ തന്നെ ഞങ്ങളെ അറിയിക്കും. അറിയിക്കാം സാറേ. ടീച്ചറുടെ റീജോയിനിങ്ങിന് അവൻ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ സാർ, ടീച്ചർ ജോയിൻ ചെയ്തിരിക്കാനുള്ള എന്തോ പദ്ധതിയാണ്. മുന്നത്തേലും വലിയ പദ്ധതി തന്നെ പ്രതീക്ഷ. അവൻ വലിയ കളി കളിക്കട്ടെ. ഇത് അവന്റെ ഒടുക്കത്തെ കളിയാ, ഉറപ്പിച്ചോ. കുറച്ച് കാലായി അവന്റെ ഷോ തുടങ്ങിയിട്ട്. ഇതോടെ മോഹൻ എന്ന അധ്യായം ഞാൻ അടക്കും. സാർ അമ്മ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ആയിക്കോട്ടെ. അമ്മയ്ക്ക് സ്കൂളിൽ റീജോയിനിങ്, അതുകൊണ്ട് വീട്ടില് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. ഞാനും ഒപ്പം ഉണ്ടാവും. മോള് പോയിട്ട് വാ, കുഞ്ഞുട്ടിനെ ഞങ്ങള് നോക്കിക്കോളാം. ഏത് സ്കൂളിലാ ഇനി? കണ്ണേറ്റിങ്ങര തന്നെയാ. അത് സൗകര്യമായാലും. അതെ. സന്തോഷേട്ടാ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. നീ ഇപ്പൊ പോണ്ട. അതെ, അമ്മ സരസ്വതി ടീച്ചറായി കണ്ണേറ്റിങ്ങര സ്കൂളില് വീണ്ടും ജോയിൻ ചെയ്യുക. ആണോ? ടീച്ചറുമായിട്ട്? അതെ, ടീച്ചറമ്മയായിട്ട്. നമ്മുടെ കണ്ണേറ്റിങ്ങര സ്കൂളില്? നമ്മുടെ കണ്ണേറ്റിങ്ങര സ്കൂളില്. ടീച്ചറമ്മയെ സ്കൂളിലാക്കിയിട്ട് കുഞ്ഞിങ്ങ് വരുവോ? വരും. എന്നെ പറ്റിക്കരുതേ. ഇല്ല, പറ്റിക്കില്ല. എന്നാ പോയിട്ട് വാ. ശരി. ഓക്കെ, ടാറ്റാ. ഹലോ സാറേ, ഞാൻ ശങ്കരനാ. ആ. ഞാൻ മോഹനെ കണ്ടു സാറേ. രാധേച്ചി, എല്ലാത്തിനും എന്നെ കൂടെ കൂട്ടണേ. ഇതിൽ കൂട്ടാനൊന്നും ഇല്ല രേണു, അങ്ങ് കൂടിയാ മതി.